Hey there, welcome back once again. So, ഈ ഒരു ലെക്ചറിൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് CSS സ്റ്റൈൽസ് എങ്ങനെ ഈ ഒരു HTML പേജിൻ്റെ അകത്ത് എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്ക് CSS സ്റ്റൈൽസ് ഇൻലൈനായിട്ട് എഴുതാൻ സാധിക്കും. 3 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. ഒന്ന് സെപ്പറേറ്റ് ഫയലായിട്ട്, അതായത് ഈ index.html പോലെ style.css എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് CSS കോഡിൽ എഴുതാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ടാഗ് ഉപയോഗിച്ചിട്ടും നമുക്ക് CSS കോഡ് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ മൊത്തം 3 ടൈപ്പിൽ നമുക്ക് CSS കോഡ് എഴുതാൻ സാധിക്കും. ഒന്ന് ഇൻറ്റേർണൽ CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഇവിടെ സ്റ്റൈൽ ടാഗ് ഉപയോഗിച്ചിട്ട് CSS കോഡ് എഴുതി കഴിഞ്ഞാൽ അതിന് ഇൻറ്റേർണൽ എന്നാണ് പറയുക. അപ്പം ഉദാഹരണത്തിന് സ്റ്റൈൽ ടാഗ് ഉപയോഗിക്കും. അതിനുശേഷം ഇവിടെ CSS കോഡ് എഴുതി കഴിഞ്ഞാൽ ഇൻറ്റേർണൽ CSS എന്നാണ് നമ്മൾ ഇതിന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഇൻലൈൻ CSS എന്നുണ്ട്. അതായത് നമ്മൾ ബോഡിയിൽ ഇവിടെ എന്തെങ്കിലും ബോഡിയിൽ മാത്രമല്ല ഏതൊരു ടാഗിൻ്റെ അകത്തും സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് CSS എഴുതി കഴിഞ്ഞാൽ ഇൻലൈൻ CSS എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു CSS ഫയൽ, വേറൊരു CSS style.css എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ ഞാനൊരു ന്യൂ ഫയൽ കൊടുത്തിട്ട് ഇതുപോലെ style.css എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് CSS കോഡ് നമ്മൾ എഴുതുവാണെങ്കിൽ ഇത് എക്സ്റ്റേണൽ CSS ഫയൽ എന്നും പറയാം. ഓക്കെ, സോ 3 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് CSS കോഡ് ഒരു HTML ഫയലിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻറ്റേർണൽ, ഇൻലൈൻ, അതുപോലെ എക്സ്റ്റേണൽ CSS. ഇൻറ്റേർണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ CSS കോഡ് എഴുതുന്നതാണ്. ഇൻലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ലൈനിൽ തന്നെ ആ ടാഗിൻ്റെ അകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള CSS ഫയൽസ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, നമ്മളിപ്പം യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റേർണൽ സ്റ്റൈൽസും അതുപോലെ ഇൻലൈൻ സ്റ്റൈൽസുമാണ്. ഇത് പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ ആദ്യം നമ്മൾ സ്റ്റൈൽസ് കൊടുക്കാൻ പോകുന്നത് ഇവിടെ എനിക്ക് ബോഡി ടാഗ് ഉണ്ട്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സ്റ്റൈൽ ടാഗ് മോസ്റ്റ് കോമൺലി ഹെഡ് ടാഗിൻ്റെ അകത്താണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, എവിടെ സ്റ്റൈൽ ടാഗ് വെച്ചാലും വർക്ക് ചെയ്യും. പക്ഷേ പ്രോപ്പറായിട്ട് HTML ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ഹെഡ് ടാഗിൻ്റെ അകത്താണ് സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്യുന്നത്. സ്റ്റൈൽ ടാഗ് ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു HTML ടാഗും എഴുതാൻ പാടുള്ളതല്ല. ഇതിൻ്റെ അകത്ത് എന്ത് HTML ടാഗിൽ എഴുതി കഴിഞ്ഞാലും അത് വാലിഡ് ആയിരിക്കില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഹെഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതൊരു CSS കോഡാണ്. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൈലുകൾ ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് CSS കോഡ് എഴുതി കഴിഞ്ഞാലും എന്ത് HTML കോഡ് എഴുതി കഴിഞ്ഞാലും അത് വാലിഡ് ആയിരിക്കില്ല. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ഈ സ്റ്റൈൽ ടാഗിൻ്റെ അകത്ത് നമ്മൾ CSS കോഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, വേറെ ഒന്നും തന്നെ ടൈപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, സോ അതൊരു റൂളാണ്. CSS കോഡിൻ്റെ അകത്ത് നമ്മൾ HTML കോഡുകൾ ഒന്നും തന്നെ പ്ലേസ് ചെയ്യാൻ പാടില്ല. HTML കോഡ് എന്തെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ അത് ബോഡി ടാഗിൻ്റെ അകത്ത് വേണം പ്ലേസ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ CSS സ്റ്റൈൽസിൻ്റെ അകത്ത് നമുക്ക് 3 സെലക്ടേഴ്സും ഏത് സെലക്ടേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് കോഡോ മറ്റൊരു തരത്തിലുള്ള കോഡോ ഇതിൻ്റെ അകത്ത് അലൗഡ് അല്ല. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള എല്ലാ കോഡുകളും നേരത്തെ ഞാൻ കാണിച്ചു തന്ന രീതിയിലുള്ള ഒരു സിൻഡെക്സ് ഫോളോ ചെയ്തിരിക്കണം. അതായത് സെലക്ടർ, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ HTML സിൻഡെക്സ് എന്താണോ ആ ഒരു സിൻഡെക്സ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ നിങ്ങൾ ഇതിൻ്റെ സിൻഡെക്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിൻഡെക്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതായത് സെലക്ടർ, പ്രോപ്പർട്ടി നെയിം, കോളൻ, അതിനുശേഷം വാല്യൂ, ലാസ്റ്റ് സെമി കോളൻ. ഓക്കെ, ഈ ഒരു സിൻഡെക്സ് നമ്മൾ മസ്റ്റായിട്ട് ആ ഒരു സെലക്ട് ടാഗിൻ്റെ അകത്തും CSS ഫയലാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഇൻ കേസ് ഇൻലൈൻ CSS ആണെങ്കിൽ പോലും ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഇൻലൈൻ CSSൽ നമ്മൾ സെലക്ടേഴ്സും ഇതും യൂസ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, സെലക്ടേഴ്സും ഈ കേർലി ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യത്തില്ല. പ്രോപ്പർട്ടി നെയിം, അതുപോലെ തന്നെ വാല്യൂ. ഓക്കെ, ഈ പ്രോപ്പർട്ടി നെയിം എഴുതുമ്പോൾ നമ്മൾ സാധാരണ പ്രോപ്പർട്ടി നെയിം ഇല്ലെങ്കിൽ ഒരു ഡാഷ് ഇട്ടിട്ട് എഴുതും, ഇല്ലെങ്കിൽ അണ്ടർസ്കോർ ഇട്ടിട്ടാണ് നമ്മൾ എഴുതുക. പ്രോപ്പർട്ടി നെയിം ഇതുപോലെ സ്പേസ് വിട്ട് എഴുതാൻ പാടുള്ളതല്ല. ഓക്കെ, ഇത് പ്രോപ്പർട്ടി നെയിം എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത്. പ്രോപ്പർട്ടി നെയിമിൽ നമ്മൾ എപ്പോൾ എഴുതി കഴിഞ്ഞാലും സ്പേസ് വിടാൻ പാടുള്ളതല്ല. ഓക്കെ, അതും ഒരു റൂളാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ പ്രോപ്പർട്ടി നെയിം നമ്മൾ പലതരത്തിലുള്ള സെലക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെലക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ 5 ഡിഫറെൻറ്റ് സെലക്ടേഴ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ച സെലക്ടർ എന്ന് പറയുന്നത് എലമെൻറ്റ് സെലക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എലമെൻറ്റ് സെലക്ടേഴ്സിനാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ട്. അതിനുശേഷം ആട്രിബ്യൂട്ട് സെലക്ടേഴ്സ്, മറ്റ് സെലക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. എലമെൻറ്റ് സെലക്ടേഴ്സ് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ക്ലാസ് സെലക്ടേഴ്സ് വരും, ID സെലക്ടേഴ്സ് വരും, അതുപോലെ തന്നെ ടാഗ് സെലക്ടേഴ്സും വരും. ഓക്കെ,
ടാഗ് സെലക്ടർ എന്ന് പറഞ്ഞാൽ ഏത് ടാഗ് HTML എല്ലാ ടാഗ്സും അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സിനെ കുറിച്ചും IDസിനെ കുറിച്ചും ഞാൻ കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ ടീച്ച് ചെയ്തതാണ്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സ്കൂളിൽ എങ്ങനെയാണോ ക്ലാസ് അതുപോലെ തന്നെയാണ് ഇവിടെയും ക്ലാസ് എന്ന് പറയുന്നത്. ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ്, ഓക്കെ, സ്റ്റുഡൻസിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ ID ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടാഗ് സെലക്ടറാണ്. ഇപ്പോൾ ആൾറെഡി ഇവിടെ ഒരു ബോഡി ടാഗ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോഡി ടാഗിന് നമുക്കൊരു പ്രോപ്പർട്ടി കൊടുത്ത് നോക്കാം. അപ്പം CSSൻ്റെ അകത്ത് ബോഡി ടാഗാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ നെയിം മാത്രം ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ബോഡി എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ബോഡി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം കേർലി ബ്രാക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാരാന്തസിസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മളിവിടെ എപ്പോഴും മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേർലി ബ്രാക്കറ്റ് വേണം ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. പാരാന്തസിസ് അവോയ്ഡഡ് അല്ല. ഓക്കെ, ഇതാണ് കേർലി ബ്രാക്കറ്റ് എന്ന് കേർലി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ സിമ്പിൾ നിങ്ങൾ ഷിഫ്റ്റ് കീ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ എൻ്റർ കീയുടെ തൊട്ട് മുകളിൽ ഈ കേർലി ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേർലി ബ്രാക്കറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, സോ കേർലി ബ്രാക്കറ്റ് മാത്രമേ ഇതിൻ്റെ തൊട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറെ ഒരു ബ്രാക്കറ്റും ഉപയോഗിക്കാൻ പാടില്ല. സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാരാന്തസിസ്, ഇതാണ് പാരാന്തസിസ് എന്ന് പറയുന്നത്, റൗണ്ട് ബ്രാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഡയറക്ഷണൽ ബ്രാക്കറ്റും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് റൗണ്ട് ബ്രാക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് പാരാന്തസിസ് എന്നാണ് നോർമലി പറയാറ്. അതുപോലെ തന്നെ ഇത് സ്ക്വയർ ബ്രാക്കറ്റ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് തൊട്ട് മുകളിൽ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കേർലി ബ്രാക്കറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്താണ് നമ്മൾ പ്രോപ്പർട്ടീസ് എല്ലാം എഴുതുന്നത്. മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് നമുക്കിതുപോലെ തന്നെ എഴുതാൻ സാധിക്കും. ഇവിടെ തന്നെ നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ പിന്നെ എൻ്റർ അടിച്ചിട്ട് നമ്മൾ H1 ഹെഡിങ്ങിന് എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ അതിനിവിടെ പ്രോപ്പർട്ടീസ് ഇതുപോലെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ സെമി കോളനോ ഒന്നും തന്നെ ആഡ് ചെയ്യില്ല. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ സെമി കോളനും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. CSSൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സ്പേസ് ഇടാൻ പാടില്ല. ഒരു ഡാഷ് ഇട്ടിട്ട് നമ്മൾ കളർ പ്രോപ്പർട്ടി എന്താണെങ്കിൽ എഴുതുക. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ സെലക്ടേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെലക്ടേഴ്സിലും ഒരു കാരണവശാലും ഇപ്പോൾ ക്ലാസ് സെലക്ടേഴ്സ് ആണെങ്കിലും ID സെലക്ടേഴ്സ് ആണെങ്കിലും സ്പേസ് ഇട്ട് എഴുതാൻ പാടില്ല. എല്ലാ സെലക്ടേഴ്സും എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ ഒരു അണ്ടർസ്കോർ നമ്മൾ യൂസ് ചെയ്യുക. സ്റ്റാർട്ടിങ് വിത്ത് ആൽഫബറ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു ആൽഫബറ്റിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ സ്പേസ് അലോഡഡ് അല്ല. സ്പെഷ്യൽ സിമ്പിൾസും അങ്ങനെ അലോഡഡ് അല്ല. ഓക്കെ, സോ മാക്സിമം ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ വയലറ്റ് എന്ന് പറഞ്ഞ കളർ ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. HTML നമുക്ക് ഹെക്സ് കളർ, ഹെക്സാഡെസിമൽ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ കളേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു കളർ ഇവിടെ ചേഞ്ച് ആവുന്നത്. എനിക്കിതുപോലെ എന്ത് കളർ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഇപ്പോൾ റെഡ് അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ പിക്കറും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡിഫാൾട്ടായിട്ട് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ ഇതുപോലെ കളർ ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ കോഡ് ഇവിടെ കാണാം. ഇത് RGB കളേഴ്സ് ഉണ്ട്. നമ്മൾ HTML പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കളേഴ്സ് അവൈലബിൾ ആണ്. X കളേഴ്സ്, RGB കളേഴ്സ്, RGB വിത്ത് ആൽഫ കളേഴ്സ്, RGBA എന്ന് പറഞ്ഞു വരും. അങ്ങനത്തെ പല ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഒരു പെർട്ടിക്കുലർ കളർ വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഹോവർ ചെയ്താൽ മാത്രമേ മതിയായിരിക്കും. മൗസ് ഇവിടെ കൊണ്ട്, അതായത് ഈ കളറിൽ ഇവിടെ ഒരു ബോക്സിൻ്റെ ഇതുണ്ടായിരിക്കില്ല. ഈ ബോക്സിൽ കൊണ്ട് മൗസ് ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുന്നതായിരിക്കും. ഈ കളർ പിക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കളർ ഏത് കളറാണോ ആ ഒരു കളർ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്പാരൻസി ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ട്രാൻസ്പാരൻസി സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ RGB എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ട്രാൻസ്പാരൻസി ചേഞ്ച് ആകുമ്പോൾ ഇവിടെ RGBA എന്ന് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ RGBA എന്ന് പറഞ്ഞിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ ആൽഫ ചാനൽസ് ആണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പേജിൽ ഞാൻ RGBA വെച്ച് കഴിഞ്ഞാലും കാണത്തില്ല. അത് നമ്മൾ ഷാഡോസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പം RGBA കളേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് RGBA യൂസ് ആകത്തില്ല. RGBA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നോർമലി RGB മാത്രമാണെങ്കിൽ ഈ 3 വാല്യൂസ് മാത്രമേ ഉണ്ടോ, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ. ആദ്യം കാണുന്ന റെഡ് വാല്യൂസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണുന്ന ഈ 106 എന്ന് പറയുന്നത് റെഡ് വാല്യൂസ് ആണ്. അതുപോലെ തന്നെ ഇത് ഗ്രീന്, അതുപോലെ തന്നെ ബ്ലൂ. ഓക്കെ, RGB. ഇനി A എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ആൽഫ ചാനൽ കൂടെ വരുന്നതായിരിക്കും. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പാരൻസി കൺട്രോൾ ചെയ്യാൻ മാത്രമുള്ളത്. ഇപ്പോൾ ഞാൻ 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൽഫ ചാനൽ എന്താണ് നോട്ട് ചെയ്യാൻ സാധിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഇത് കുറച്ച് 100% ഇൻ ബിറ്റ്വീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറായിട്ട് തോന്നത്തില്ല, വേറെ എന്തെങ്കിലും കളറായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ, കാരണം ആ ട്രാൻസ്പാരൻസി കാരണം കൊണ്ടാണ്. ഓക്കെ, ഇനി ഇത് 100 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു കളറിൻ്റെ ഇഫക്റ്റ് കുറച്ച് കൂടി വരുന്നതായിട്ട് കാണാം, ഭയങ്കരമായിട്ട് ഗ്രീൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് പല വാല്യൂസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. പല വാല്യൂസ് ഏത് വാല്യൂസ് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ കളേഴ്സ് അല്ല വേറെ എന്തെങ്കിലും കളേഴ്സ്, റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനത്തെ കളേഴ്സ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത് ബാക്ക്ഗ്രൗണ്ട് ബോഡി സെലക്ടർ എന്ന് പറയുന്നത്. ബോഡി സെലക്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു കളർ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, H1 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഹെഡിങ്ങിനകത്ത് ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഒരു ടൈപ്പോ ചെയ്യുവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡിങ് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഹെഡിങ്ങിൻ്റെ ഒരു കോപ്പിയും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മൾട്ടിപ്പിൾ ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഹെഡിങ്ങിന് വേണ്ടി മാത്രം എനിക്ക് എന്തെങ്കിലും ഒരു കളർ കൊടുക്കണമെങ്കിൽ എനിക്കിവിടെ ID യൂസ് ചെയ്യാവുന്നതാണ്. ID കൊടുത്തിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ നെയിം കൊടുക്കുക. ഹെഡ് 1 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഹെഡ് 1 എന്ന് പറഞ്ഞാൽ ഒരു നെയിമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ID ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ സ്പേസ് ഇട്ടിട്ട് 1 എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് പല ബ്രൗസറിലും അത് അവോയ്ഡ് ചെയ്യും, ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മിസ്ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഒരു ആൽഫബറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അണ്ടർസ്കോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എപ്പോഴും ആൽഫബറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് 2 ഡിഫറെൻറ്റ് വേർഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അണ്ടർസ്കോർ ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത വേർഡും എഴുതാവുന്നതാണ്. ഓക്കെ, സോ അണ്ടർസ്കോർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് IDസിൻ്റെ അകത്ത്. ഈ ഒരു HTML മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജുകളിലും നമ്മൾ IDs സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ ക്ലാസ് നെയിം കൊടുക്കുമ്പോഴും അതിനെല്ലാത്തിനും ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള റൂളാണ്. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇതുപോലെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമ്പേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ ലാസ്റ്റും നിങ്ങൾക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യാം, പക്ഷേ സ്പേസ് ഇടാൻ പാടില്ല. ഓക്കെ, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ആൽഫബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ആൽഫബറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതുപോലത്തെ ക്യാരക്ടേഴ്സും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, അതും അലൗഡഡ് അല്ല. ഓക്കെ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ആകെപ്പാടെ അലൗഡഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്കോർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് IDs ക്രിയേറ്റ് ചെയ്യാനും IDസിനും ക്ലാസസിനുമുള്ള റൂൾസ്. IDസിന് മാത്രമല്ല ക്ലാസസിനും ഇതേ റൂൾസ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഹെഡ് 1 എന്ന് ഒരു ID കൊടുക്കുവാണ്. ഹെഡ് 1 എന്ന് പറഞ്ഞിട്ട് ഓക്കെ, HE1 എന്ന് പറഞ്ഞിട്ട് ID കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. അതായത് നമ്മൾ 3 ഹെഡിങ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 3 ഹെഡിങ്ങിനും ഞാനൊരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസാണ്. നമ്മൾ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും, അതിൻ്റെ വാല്യൂസിനെ കുറിച്ചും പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ കളർ ഞാൻ ഒരു വൈറ്റ് പോലത്തെ കളറാണിത്. ഈ വൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ 3 ഹെഡിങ്ങിനും ഏകദേശം ഒരു വൈറ്റ് വിത്ത് ഒരു ചെറിയൊരു ബ്ലൂ കളർ പോലെ. ഓക്കെ, അതാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സൂം ചെയ്യാൻ പറ്റത്തില്ല. എനിവേ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ള വൈറ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് ഈ കോർണറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് കളറാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൈറ്റ് കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു IDന് മാത്രം, എനിക്ക് ആദ്യത്തെ ഹെഡിങ്ങിന് മാത്രം റെഡ് കളർ മതി, എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ID സെലക്ടർ യൂസ് ചെയ്യാം. ID സെലക്ടർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഹാഷ് സിമ്പിൾ ആദ്യം ഇടണം, അതിന് ശേഷം HE1 എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, HE1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാനിവിടെ കളർ എന്ന് പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ കളർ റെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, ഇത് നമുക്ക് ബ്രൗൺ കളർ കൊടുക്കാം. ഓക്കെ, ബ്രൗൺ കളർ ഞാനിവിടെ കൊടുക്കാൻ പോവാണ്. സേവ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഞാനൊരു ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ IDയിലുള്ള ഒരു യുണീക്ക് എലമെൻറ്റിനെ ഇല്ലെങ്കിൽ ഒരു എലമെൻറ്റിനെ യുണീക്കായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് IDs യൂസ് ചെയ്യുന്നത്. ഓക്കെ, IDs യൂസ് ചെയ്തിട്ട് അതിന് കളർ കൊടുത്തപ്പം എന്താണ് നമ്മൾ ബ്രൗൺ കളർ കൊടുത്തു. ആ ബ്രൗൺ കളർ അതിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഹെഡിങ്ങിന് എല്ലാത്തിനും എന്താണ് കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ടാഗ് സെലക്ടർ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ID സെലക്ടറിനേക്കാളും അതല്ലെങ്കിൽ ടാഗ് സെലക്ടേഴ്സാണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടാഗ് സെലക്ടറാണ്. H1 അതുപോലെ തന്നെ ബോഡി എന്നുള്ളത് ടാഗ് സെലക്ടേഴ്സാണ്. ടാഗ് സെലക്ടേഴ്സിനേക്കാളും പവർഫുള്ളാണ് ID സെലക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടാഗ് സെലക്ടർ ഉപയോഗിച്ച് നമ്മൾ വൈറ്റ് കളറിന് കൊടുത്തിട്ടുണ്ട്. ID സെലക്ടർ ഉപയോഗിച്ച് അതായത് ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിനെ മാത്രം സെലക്ട് ചെയ്ത് അതിന് ബ്രൗൺ എന്ന് കൊടുത്തപ്പോൾ ആ കളറിനെ, അതായത് വൈറ്റ് കളറിനെ ഓവർകം ചെയ്തിട്ട് അവിടെ ബ്രൗൺ കളറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ,
സോ ടാഗ് സെലക്ടർ എന്ന് പറയുന്നത് ID സെലക്ടറാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെലക്ടർ എന്ന് പറഞ്ഞാൽ. ക്ലാസ് സെലക്ടർ ആണെങ്കിലും ഏകദേശം ഇതേ ബിഹേവിയർ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലാസ് സെലക്ടേഴ്സും ഇതേ ബിഹേവിയർ തന്നെയാണ് കാണിക്കുന്നത്. ബാക്കി എല്ലാ സെലക്ടർ എന്ന് പറയുന്നത് ID സെലക്ടർ ആ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിനെ മാത്രം ഇല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ മാത്രം ചേഞ്ച് ചെയ്യും. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെലക്ടർ എന്ന് പറഞ്ഞാൽ ID സെലക്ടേഴ്സാണ്. ടാഗ് സെലക്ടേഴ്സിനേക്കാളും പവർഫുള്ളാണ് ID സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി, അതായത് ഈ ഒരു പ്രോപ്പർട്ടീനെ വൈറ്റ് കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടീനെ ഓവർകം ചെയ്യാനായിട്ട് ID സെലക്ടേഴ്സിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ആയത്. ഓക്കെ, ഇനി ഇതിനേക്കാളും ഒക്കെ ഹയർ ലെവലിൽ അതായത് ഇവിടെ ബോഡി എന്ന് പറഞ്ഞൊരു സെലക്ടറുണ്ട്, യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞൊരു സെലക്ടറും കൂടെ CSSൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്റ്റാർ സിമ്പിൾ ഇടുവാണെങ്കിൽ ഇത് യൂണിവേഴ്സൽ സെലക്ടറാണ്. ഈ യൂണിവേഴ്സൽ സെലക്ടറിൻ്റെ അകത്ത് നമ്മൾ എന്ത് പ്രോപ്പർട്ടി എഴുതി കഴിഞ്ഞാലും എല്ലാത്തിൻ്റെ അകത്തും, അതായത് ഈ ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ അകത്തുള്ള എല്ലാ കാര്യത്തിനും അത് ബാധകമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു മാർജിൻ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പല മാർജിൻസ് കാണാൻ സാധിക്കും. ഓക്കെ, മാർജിൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നോട്ട്ബുക്കൊക്കെ വാങ്ങിക്കുമ്പം അതിൻ്റെ സൈഡിൽ നമ്മളൊരു മാർജിൻ ഇട്ട് വെക്കത്തില്ലേ, അതേ കാര്യം തന്നെയാണ് മാർജിൻ എന്ന് ഇവിടെയും പറയുന്ന. മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാർജിൻ എന്ന് പറഞ്ഞാൽ 4 സൈഡിലും അഫക്റ്റ് ചെയ്യാം. അതായത് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് 4 സൈഡിലും മാർജിൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അഫക്റ്റ് ആവും. ഇനി മാർജിൻ്റെ അകത്ത് നമുക്ക് പല പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് മാർജിൻ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. ഓക്കെ, ഇൻലൈൻ, സ്റ്റാർട്ട് ഇൻലൈൻ ഉണ്ടെല്ലാം വേറെ പ്രോപ്പർട്ടീസാണ്. അതിനെക്കുറിച്ച് ഇത്തരം പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം, ബോട്ടം എന്ന് പറഞ്ഞാൽ അടിഭാഗം, ലെഫ്റ്റ്, റൈറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം ടോപ്പ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ മാത്രമേ മാർജിൻ ആഡ് ചെയ്യത്തുള്ളൂ, ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ മാത്രം. പക്ഷേ മാർജിൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾ 4 സൈഡ്സിൽ, അതായത് 4 സൈഡിലും ഈ ഒരു പ്രോപ്പർട്ടി ബാധകമായിരിക്കും. ഓക്കെ, ഇനി മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 20 ഇല്ലെങ്കിൽ ഞാനൊരു 15 px കൊടുക്കുവാണ്. px കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ എലമെൻറ്റിൻ്റെയും 4 സൈഡിലും മാർജിൻ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, 4 സൈഡിലും മാർജിൻ 50 px വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മാർജിൻ ഞാൻ മാറ്റി ബോഡിക്ക് മാത്രം മാർജിൻ കൊടുക്കുക. ഓക്കെ, ഈ മാർജിൻ ഞാൻ റിമൂവ് ചെയ്തിട്ട് ബോഡിക്ക് മാത്രം മാർജിൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 50 px ഇവിടെ മാത്രമേ അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഒരു എലമെൻറ്റിനെ പോലും അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഇതേ മാർജിൻ ഞാൻ ഹെഡിങ്ങിന് കൊടുക്കുവാണ്. ഓക്കെ, അതായത് ഇവിടെ ഹെഡിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ ഹെഡിങ്ങിന് മാത്രമേ ഈ മാർജിൻ അഫക്റ്റ് ചെയ്യത്തുള്ളൂ, ബോഡീനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഹെഡിങ്ങിൻ്റെ 4 സൈഡിലും ഇപ്പോൾ ഇത് കുറച്ച് സ്പേസിങ് ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസിന് മാത്രം, ഈ ഒരു സ്പേസിങ്ങിന് മാത്രം ഇതിൻ്റെ 4 സൈഡിലും മാർജിൻ 50 px വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ മാർജിൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു സ്റ്റാർ സെലക്ടർ വെച്ച് കൊടുക്കുമ്പം എല്ലാത്തിനും അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്പേസിങ് അവിടെ വരുന്നത്. ഇവിടെ ഒരു 50 px ആഡ് ചെയ്യും, അതിനുശേഷം ഇങ്ങോട്ട് ഒരു 50 px ആഡ് ചെയ്യും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെലക്ടറാണ്. ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ഐറ്റം ഇതാണ് യൂണിവേഴ്സൽ സെലക്ട്. യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഡിങ് 0 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മാർജിൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ഉള്ള മാർജിനും കൂടെ റിമൂവ് ചെയ്യും. ഇപ്പോൾ മാർജിൻ 0 px എന്ന് ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് അടുത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഡീഫാൾട്ടായിട്ട് HTML ഉള്ള എല്ലാ എലിമെൻസിനും കുറച്ച് CSS പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മാർജിൻ 0 px എന്ന് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും ഞാൻ മാർജിൻ എന്ന് കൊടുത്തിട്ടില്ല, പാഡിങ്ങിന് ഒരു പ്രോപ്പർട്ടീസും കൊടുത്തിട്ടില്ല. ഞാൻ റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്യുമ്പം ഡീഫാൾട്ടായിട്ട് ഇതിന് കൊടുത്തിട്ടുള്ള മാർജിൻ, അതായത് മുകളിലും താഴെയും ഡീഫാൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന മാർജിൻ അത് റിമൂവ് ആയി പോകും. ഓക്കെ, മാർജിൻ 0 px എന്ന് പ്രോപ്പർട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെയുള്ള എല്ലാ മാർജിനും റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ആദ്യം ടീച്ച് ചെയ്യാൻ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർജിൻ പ്രോപ്പർട്ടി യൂണിവേഴ്സൽ സെലക്ടർ വെച്ച് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ എലമെൻറ്റിനും ബാധകമാണ്. ഇനി ഈ ഒരു എലമെൻറ്റിന് മാത്രം വേണ്ടി നമുക്ക് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഇതിന് മാത്രം 50 px എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാത്രം ബാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ബോഡിക്ക് മാത്രം 50 px എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയിലെ എൻ്റയർ എലമെൻറ്റിനും ബോഡിക്ക് മാത്രം മുകളിൽ 50 px, താഴെ 50 px, ഇവിടെയും 50 px വെച്ച് ആഡ് ചെയ്യും. ഓക്കെ, അതാണ് ബോഡിയുടെ ഒരു പ്രത്യേകത, ഈ യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പം ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ മാർജിൻ ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് എന്താണ് എല്ലാ എലമെൻറ്റിനും സ്പെഷ്യലൈസ് ആയിട്ട് ഓരോ സ്പെഷ്യലായിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് അതിനനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, മാർജിൻ 0 px എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, യൂണിവേഴ്സൽ സെലക്ടർ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ.
ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് അതിന് വേണ്ടത് മാത്രം ആ ഒരു ടാഗിന് ഇപ്പോൾ ബോഡി ടാഗിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ H1 മാത്രം മാർജിൻ നമുക്ക് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാർജിൻ 0px എന്ന് കൊടുത്താൽ മതിയായിരിക്കും. എല്ലാത്തിൻ്റെയും മാർജിൻ റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ യൂണിവേഴ്സൽ സെലക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയുടെ അടക്കം ബോഡിക്ക് ഡിഫാൾട്ടായിട്ട് മാർജിൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇൻ കേസ് ഏതെങ്കിലും എലമെൻറ്റിൻ്റെ പാരഗ്രാഫ് ടാഗിന് മാർജിൻ ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ID സെലക്ടേഴ്സും യൂണിവേഴ്സൽ സെലക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ക്ലാസ് സെലക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഓക്കെ, ഞാനിവിടെ ഒരു ഡിവിഷൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിവിഷൻ ടാഗ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ അകത്തിരിക്കുന്ന കണ്ടൻറ്റ് എല്ലായിടത്തും ഞാൻ ഡിവിഷൻ ടാഗിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനൊരു ക്ലാസ് നെയിം കൊടുക്കാൻ പോവാണ്. ക്ലാസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ, ക്ലാസ് എന്ന് ഞാൻ ക്ലാസ് 1 എന്നാണ് ഇതിന് നെയിം കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതിനെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ക്ലാസ് 1 ഞാനൊരു പ്രോപ്പർട്ടി കൊടുക്കുവാണ്. ഇതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കളറാണ് ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടി. നമുക്ക് ഓക്കെ, ബ്ലൂ വയലറ്റ് എന്ന് പറഞ്ഞ് ഈ കളർ കൊടുക്കാം. ഓക്കെ, സോ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഡോട്ട് സിമ്പിൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ഡോട്ട് സിമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർട്ടീസും വർക്ക് ആവത്തില്ല. ഡോട്ട് ഇടുക, എന്നിട്ട് ക്ലാസ് നെയിം കൊടുക്കുക. ഓക്കെ, ക്ലാസ് നെയിം ഇവിടെ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ആ കളർ അതിനുള്ള അകത്തുള്ള എല്ലാ കണ്ടൻസിനും വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ കളർ റീപ്ലേസ് ചെയ്തിട്ട് ബ്ലൂ വയലറ്റ് എന്ന് പറഞ്ഞ കളർ, ബാക്ക്ഗ്രൗണ്ട് അല്ല, കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് കണ്ടൻറ്റിനെയാണ് ബാധിക്കുന്നത്. ഹെഡിങ് ആണെങ്കിലും പാരഗ്രാഫ് ആണെങ്കിലും എല്ലാത്തിനെയും ബാധിക്കും കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇനി നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ക്ലാസ് സെലക്ടർ വെച്ച് ബ്ലൂ വയലറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ID സെലക്ടർ വെച്ചിട്ട് ടാഗ് സെലക്ടർ വെച്ചിട്ട് ഞാനിവിടെ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ ക്ലാസ് സെലക്ടർ വെച്ച് ബ്ലൂ വയലറ്റ് എന്ന് പറഞ്ഞ ഒരു കളർ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ വൈറ്റ് ആയിട്ടാണ് റിമെയിൻ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ID സെലക്ടർ, അതായത് നമ്മൾ ഈ H1 എന്ന് പറഞ്ഞിരിക്കുന്നത് ID സെലക്ടറാണ്. ഓക്കെ, അതിൻ്റെ കാരണം H1 എന്ന് പറഞ്ഞ ID സെലക്ടർ ക്ലാസ് സെലക്ടറിനേക്കാളും പവർഫുള്ളാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ബ്ലൂ വയലറ്റ് കളർ, ആദ്യത്തെ കളറിന് റെഡാണ്, ബാക്കിയുള്ളത് കളറിനെല്ലാം ബ്ലൂ വയലറ്റ് ആയിട്ടുള്ള കളറാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് സെലക്ടേഴ്സ് വെച്ച് കൊടുത്തപ്പം ആ ഒരു കളർ ഓവർകം ചെയ്ത് പോയിട്ടുള്ളത് ആ ഒരു ബ്ലൂ വൈറ്റ് കളർ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ID സെലക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ H1 എന്ന് പറഞ്ഞ ഒരു ID സെലക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെലക്ടർ ഇതിനേക്കാളും പവർഫുൾ ആയതുകൊണ്ട് വൈറ്റ് കളറായിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതായത് ഈ ക്ലാസ് സെലക്ടർ എന്ന് പറയുന്നത് ID സെലക്ടറിനേക്കാളും പവർഫുൾ അല്ല. ഓക്കെ, ലെസ് പവർഫുൾ ആയിട്ടുള്ള സെലക്ടേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യൂണിവേഴ്സൽ സെലക്ടർ എല്ലാത്തിനും അഫക്റ്റ് ചെയ്യും. അതിനുശേഷം അതിനേക്കാളും ലെസ് പവർഫുൾ, അതിനേക്കാളും കുറച്ചും കൂടെ പവർ കൂടിയിട്ടുള്ള സെലക്ടറാണ് ക്ലാസ് സെലക്ടേഴ്സ്. അതിന് ശേഷം ബോഡി അതായത് ടാഗ് സെലക്ടേഴ്സ് വരും, പിന്നെ ID സെലക്ടേഴ്സ് വരും. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് സെലക്ടേഴ്സ് എല്ലാം തന്നെ ഇരിക്കുന്നത്. ഓക്കെ, സെലക്ടേഴ്സിൻ്റെ പവർ അതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ സെലക്ടേഴ്സ് എന്താണ്, യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞ സ്റ്റാർ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. അതിന് ശേഷമുള്ള അതിനേക്കാളും കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള സെലക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് സെലക്ടേഴ്സാണ്. ക്ലാസ് സെലക്ടേഴ്സിനേക്കാളും പവർഫുള്ളായിട്ടാണ് നമ്മുടെ ID സെലക്ടേഴ്സ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ടേഴ്സിൻ്റെ ഒരു ഓർഡറിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാർ സെലക്ടർ വെച്ച് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ് സെലക്ടേഴ്സിന് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ക്ലാസ് സെലക്ടേഴ്സ് വെച്ച് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടീസിനെ ടാഗ് സെലക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടാഗ് സെലക്ടേഴ്സ് കൊടുത്തുള്ള പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, ID സെലക്ടേഴ്സിനും റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ID സെലക്ടേഴ്സിനേക്കാളും വീക്കാണ് ടാഗ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനേക്കാളും വീക്കാണ് ക്ലാസ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനേക്കാളും വീക്കാണ് യൂണിവേഴ്സൽ സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇത് വെച്ചിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അഫക്റ്റ് ചെയ്യും. പക്ഷേ എന്താ ഉണ്ടാവും, ഈ ഒരു ID സെലക്ടർ വെച്ച് അതിനെ എല്ലാത്തിനും റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അകത്തുള്ള എല്ലാത്തിനെയും ബാധിക്കുന്ന പ്രോപ്പർട്ടീസാണ്. അതുപോലെ തന്നെ ക്ലാസ് സെലക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ടാഗ്സ് അതല്ലെങ്കിൽ IDസിനെ മാത്രമേ ബാധിക്കത്തുള്ളൂ. ടാഗ് സെലക്ടറും ID സെലക്ടേഴ്സും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ്. ടാഗ് സെലക്ടർ വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ടാഗ് എവിടെയെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഒരു എൻ്റയർ HTML ഡോക്യുമെൻ്റ് എടുത്തിട്ട്
എവിടെയെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ബാധിക്കും. പക്ഷേ ID സെലക്ടർ വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റിനെ മാത്രമേ ബാധിക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ID സെലക്ടർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റിനെ മാത്രമേ, ഇല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടാഗിനെ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എലിമെൻറ്റിനെ മാത്രമേ അത് ബാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത ലെക്ചർ മുതൽ നമ്മൾ CSS പ്രോപ്പർട്ടീസിനെ കുറിച്ച്, പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.